ഗൈസ് ദിമി പോയപ്പോൾ നമ്മളൊക്കെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷമിക്കണ്ട, ഡയാസു അൽവാരോ പോയപ്പോൾ നമുക്ക് ദിമിയെ പോലത്തെ ഒരു പ്ലെയറെ കിട്ടിയില്ലേ, അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു പകരക്കാരൻ ആ റോളിൽ എത്തുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു ഡയലോഗ് ഉണ്ടല്ലോ, SD ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഇത് 3-4 കൊല്ലം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. സോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ SD's മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ ഉള്ളത്. എന്താണെങ്കിലും നിലവിലെ ഒരു കാര്യങ്ങളനുസരിച്ച് ജോഷുവ സൊട്ടീരിയോ എന്ന് പറയുന്ന താരം ഒരു അടുത്ത സീസണിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വിവരം. ഓൾറെഡി നമുക്കറിയാം കോൺട്രാക്റ്റ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ആ താരം ക്ലബ്ബ് വിട്ട് പോകുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ വഴി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ദിമിക്ക് പകരം SD കണ്ട മാസ്റ്റർ ക്ലാസ് ഇസ് ഐ തിങ്ക് ജോഷുവ സൊട്ടീരിയോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനിതൊരു പുച്ഛിച്ചൊന്നും പറഞ്ഞതല്ല. ജോഷുവ സൊട്ടീരിയോ എന്ന് പറയുന്നൊരു പ്ലെയർ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇദ്ദേഹം ഒരു പ്യുവർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമല്ല. ബേസിക്കലി ഇപ്പം അതിന് മുന്നത്തെ സീസൺ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഒരു വിങ്ങർ റോളാണ്. 21 മത്സരം A ലീഗ് മത്സരത്തിൽ അദ്ദേഹം 18 മത്സരവും ഒരു വിങ്ങർ എന്ന നിലയിലാണ് അദ്ദേഹം കളിച്ചത്. ആകെ ഒരു മാച്ചിലോ മറ്റുമാണ് അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ തന്നെ കളിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് ഒരു ദിമിയുടെ പകരക്കാരൻ എന്ന നിലയിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പം ഇനി ഇദ്ദേഹത്തെ ഒരു വിങ്ങറായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ഓൾറെഡി നോവ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് അഡീഷൻ വരുന്നു. സോ നമുക്ക് ഇന്ത്യൻ ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ വിങ്ങേഴ്സ് എന്ന നിലയിൽ എയ്മൻ ഒരു കഴിഞ്ഞ വർഷത്തെ നല്ല പൊട്ടൻഷ്യൽ കാണിച്ച പ്ലെയറാണ്. ബ്രൈസ് പോലെയുണ്ട്. റൈറ്റിൽ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. കാരണം രണ്ട് വിങ്ങിലും ഒരു സെൻട്രൽ ഫോർവേഡിലും അറ്റാക്കിംഗ് മിഡിലും എന്താണെങ്കിലും നമുക്ക് വിദേശ താരങ്ങളൊന്നും ഒന്നിച്ച് കളിപ്പിക്കാൻ പറ്റത്തില്ല. ആകെ 4 താരങ്ങളെ എന്താണെങ്കിലും കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ലൂണയെ നമുക്ക് ആ ലെഫ്റ്റ് വിങ് റോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണോ എന്നുള്ളത് അറിയാം. ഇനിയിപ്പം നോവയെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ടാണ് കളിപ്പിക്കാനുള്ള ഒരു പ്ലാൻസ് എങ്കിൽ ആക്ച്വലി അതൊരു ബർഡൻ ആകുമോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗട്ട്ഫുള്ളാണ്. അറിയാം ഇപ്പം നോവ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലൊക്കെ ഗോവയിൽ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ബേസിക്കലി അദ്ദേഹം വിങ്ങിൽ തന്നെ ആയിരിക്കും കളിക്കുക. അദ്ദേഹം ചില മത്സരങ്ങളിൽ സെൻട്രൽ ഫോർവേഡ് കളിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹം ആ ലെഫ്റ്റിൽ കൂടെ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഗെയിം കളിക്കാൻ പറ്റുന്നത് കണ്ടിട്ടുള്ളത്. അദ്ദേഹം ചാൻസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഗോൾ അടിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്പീഡ് റൺസ്, ഡേഞ്ചർ റൺസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അതിനൊരു ഒരു വിലങ്ങുതടി ആകുമോ എന്നുള്ളതാണ് ഒരു പേടി. എന്തായാലും ജോഷുവ സൊട്ടീരിയോ നമുക്കറിയാം AFC പ്ലെയറാണ്. ഇപ്പോൾ AFC റൂൾ നിലനിൽക്കുന്നില്ല. മുമ്പ് SD ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് AFC റൂൾ എടുത്ത് കളയേണ്ടതാണ്, അങ്ങനത്തെ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ വേറെ നല്ല പ്ലെയേഴ്സിനൊക്കെ ചെയ്യാമെന്നുള്ളത്. ബട്ട് സ്റ്റിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു AFC പ്ലെയറിലേക്ക് പോയതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഇനിയിപ്പം കോൺട്രാക്ട് ഓൾറെഡി വെച്ച് കഴിഞ്ഞ് ഇനി കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമാണോ സെല് ചെയ്യാം. കാരണം കഴിഞ്ഞ സീസൺ മുഴുവൻ ഇഞ്ചുറി ആയിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ അതും ഒരു റിസ്ക് ഫാക്ടറാണ് കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെ പെട്ടെന്ന് സെല്ല് ചെയ്യുക എന്നുള്ളത് ഈസി അല്ല, അല്ലെങ്കിൽ ലോണിൽ കൊടുക്കുക എന്നുള്ളതും അപ്പം അവർ മേടിക്കുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതാണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പം ഇതിൻ്റെ കൂടൊപ്പം തന്നെ ഇപ്പോൾ പെപ്രയ്ക്കും കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ പെപ്രയെ കൂടി നിലനിർത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഐ തിങ്ക് സംതിങ് എന്താ പറയുക ഒരു പ്രോബ്ലംസ് നമ്മൾ അടുത്ത സീസണിൽ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് എനിക്ക് പേടിയാണ്. കാരണം പെപ്ര ഈ പറഞ്ഞൊരു മോശം പ്ലെയർ ആയിട്ടൊന്നുമല്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ ഫോറിൻ നമ്പർ 9 അല്ലെങ്കിൽ നോ പ്രോപ്പർ സ്ട്രൈക്കർ ഒരു വിദേശി എന്ന നിലയിൽ നമുക്ക് ഇല്ലാണ്ട് ഒരു സീസൺ വരേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പം അതൊരു പ്രശ്നമാണ്. ഇപ്പം പെപ്രയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. ബേസിക്കലി അദ്ദേഹം ഒരു ഡബിൾ സ്ട്രൈക്കർ സിസ്റ്റത്തിൽ ഒരു സ്ട്രൈക്കറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് സ്ട്രൈക്കർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ യൂസ് ചെയ്യാനും അദ്ദേഹം ഏരിയൽ ഡോൾസിലൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനത്തെ കേപ്പബിലിറ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കേപ്പബിലിറ്റീസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ സ്ട്രൈക്കർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ആ പൊസിഷനിലെ ഒരു സ്ട്രൈക്കറെ ആണ് ആവശ്യമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഈ പറയുന്ന പോലെ SD-യുടെ ഒന്നും അത്ര ഫുട്ബോൾ നോളജ് ഒന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ആസ് എ ഫാൻ എന്ന നിലയിലുള്ള കൺസേൺസ് ആണ് ഇപ്പോൾ ഓരോ സീസൺ തുടങ്ങുന്നതിന് മുമ്പും അല്ലെങ്കിൽ സീസണുകളുടെ ഇടയിലും ഒക്കെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ഗോൾഡൻ ബൂട്ട് അടിച്ച് എന്താ പറയുക ISL വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന നിലയിൽ വന്ന ദിമി മറ്റൊരു ISL ക്ലബിലേക്ക് പോകുന്നത് നമുക്ക് നിലനിർത്താനാകുന്നില്ല. അതിനൊരു പകരക്കാരൻ എന്താണെങ്കിലും വരും എന്നുള്ള സാഹചര്യം വരുന്നു. പക്ഷേ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ നമുക്ക് ഇതുവരെ യാതൊരു വിവരവും ഇല്ല. സോ പെപ്രയെ നമ്മൾ നിലനിർത്തുമെന്നുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യം ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഗുഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ആദ്യം നോവ, ലൂണ, ദിമി എന്ന് പറയുന്നൊരു മാജിക്കൽ കോംബോ ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. ആ സ്ഥാനത്ത് നിന്ന് ദിമി പോകുന്നു. സോ എനിക്ക് കൺഫ്യൂഷൻസ് ഉറപ്പായിട്ടും ഉണ്ട്. എന്താകും സംഭവിക്കാൻ പോവുക. നമുക്കിപ്പം മറ്റ് പൊസിഷൻസ് സെറ്റായ പ്രത്യേകിച്ചൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ മുന്നേറ്റ താരങ്ങൾ അല്ലെങ്കിൽ വിങ്ങിൽ കളിക്കുന്ന താരങ്ങളൊന്നും ഗോൾ കോൺട്രിബ്യൂഷൻസിൽ വളരെ പിന്നോക്കമാണ്. എന്നിട്ട് കൂടി നമ്മൾ ഇന്ത്യൻ അവിടെ നമ്മൾ റിക്രൂട്ട്സ് നടത്തിയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക്
ഒരു കഴിഞ്ഞ സീസണിൽ ഗോൾ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ലൂണ പോയ സമയത്ത് മൊത്തത്തിലൊരു ഒരു ഒരു ലീഡർഷിപ്പ് എന്ന നിലയിൽ അറ്റാക്കിങ്ങിൽ കളിച്ച പ്ലെയറാണ് ദിമി. അപ്പം അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും എന്താ പറയുക ഒരു എത്ര ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു കോംബോയിൽ നിന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. സോ അത് അറിയില്ല. എനിക്ക് എന്താണേലും എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പേഴ്സണലിയുള്ള ആഗ്രഹം, ഇനി വരാൻ പോകുന്ന ഒരു താരം ഒരു പ്യുവർ നമ്പർ 9 ആയിട്ടുള്ള താരമാകണേ. പപ്ര നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യം ഇനി ഒരു നമ്പർ 9 സ്ട്രൈക്കറാണ്, അല്ലെങ്കിൽ പ്യുവർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്നൊരു പ്ലെയറാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ